നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ ചില നാളുകളായി ഈ പ്ലാറ്റ്ഫോമിൽ G2R പ്ലാറ്റ്ഫോമിൽ അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഫ്രം ജെനസിസ് ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ വിഷയങ്ങളെ ആസ്പദമാക്കി പത്രോസ് എഴുതിയ 1 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ പുതിയ നിയമസഭയോട് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും നൂതന മാർഗം എന്ന അന്നത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ പിൻപറ്റിയ പത്രോസ് അപ്പസ്തലൻ സത്യം അറിഞ്ഞ് സത്യത്താൽ സ്വതന്ത്രനായപ്പോൾ തങ്ങളുടെ ശുശ്രൂഷകളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നവർക്ക് എഴുതിയ അതിപ്രധാനമായ ഉപദേശമാണ്: നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങൾ രാജകീയ പുരോഹിതവർഗമാണ്. വിളിച്ചിരിക്കുന്ന ലക്ഷ്യം ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി തീരണം. പിതാവായ ദൈവം പുത്രനെ അയച്ചതുപോലെ യോഹന്നാൻ 20:20, മർക്കോസ് 16:15-16, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 21 അധ്യായം 1 വാക്യം മുതൽ താഴോട്ട്, മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ കർത്താവിൻ്റെ സ്ഥാനാപതികളാണ് നമ്മൾ. കർത്താവിൻ്റെ പ്രസംഗത്തിലും പഠിപ്പിക്കലിലും അന്നത്തെ ജനങ്ങൾ സന്തുഷ്ടരല്ലായിരുന്നു. വിമർശനം നടത്തി ഒരു കൂട്ടം ആളുകൾ കല്ലെറിയുവാനും കൊന്നുകളയുവാനും തീരുമാനിച്ചു. എന്നാൽ അവൻ്റെ മരണം അവിധം അല്ലായിരുന്നതുകൊണ്ട് അവർക്ക് അവനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. മരണത്തിൻ്റെ സമയമായപ്പോൾ അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ദൈവപുത്രൻ്റെ ശുശ്രൂഷയിൽ അതൃപ്തി തോന്നിയ ഒരു കൂട്ടം ന്യായശാസ്ത്രിമാർ, പരീശന്മാർ, സാദൂക്യർ ആയവർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പലവിധ മുഖാന്തരങ്ങൾ ഒരുക്കി അവനെ വേദവിപരീതി എന്ന മുദ്രകുത്തി യഹൂദമതാൻ അനുസരിച്ചുള്ള വിധി കൽപ്പിച്ച് കൊന്നുകളയുവാൻ പരിശ്രമിച്ചു. അതിൽ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായത്തിൽ 15 വാക്യത്തിൽ പരീശന്മാരും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം A തൊട്ട് Z വരെ അക്ഷരം പ്രതി അനുസരിക്കുന്നവരും, 23 വാക്യം സാദൂക്യർ, അവർക്ക് പുനരുത്ഥാനമില്ല, ദൂതന്മാരുടെ സാന്നിധ്യമില്ല, അവർ വന്നു കർത്താവിൻ്റെ അടുക്കൽ. 34 വാക്യത്തിൽ സാദൂക്യരെ കർത്താവ് മിണ്ടാതാക്കിയ വിഷയം അറിഞ്ഞിട്ട് പരീശന്മാർ വീണ്ടും വന്നു ഒരു ചോദ്യം ചോദിച്ചു: കർത്താവേ, ഗുരുവേ, ഒരു വൈദികനാണ്. ഇന്നത്തെ കാലത്തെ പഠനം പറഞ്ഞാൽ കുറഞ്ഞതൊരു BD. യഹൂദന്മാരുടെ ന്യായം പറഞ്ഞാൽ 70 പേരടങ്ങുന്ന സന്നിധി അംഗങ്ങൾ അവന് ഇൻ്റർവ്യൂ എടുത്തിട്ട് വേദശാസ്ത്രത്തിൽ പാണ്ഡിത്യമുണ്ടെന്ന് തെളിയിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് പരീശപട്ടം. അവർ വന്ന് യേശുവിനെ, ഗുരു, ന്യായപ്രമാണത്തിൽ ഏതാണ് വലിയ കൽപ്പന എന്ന് ചോദിച്ചു. അവരോട് ഉത്തരം ശരിയായി കർത്താവ് പറഞ്ഞു. ആവർത്തന പുസ്തകം 6 അധ്യായം 5 വാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു. ശ്രദ്ധിക്കണം, അടുത്ത പദത്തിൻ്റെ സാരാംശം പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. 100% ഹൃദയം, 100% മനസ്സ്. ഹൃദയം ശരീരത്തിലുള്ളതും മനസ്സ് ശരീരം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്നതും. എന്നിട്ട് കർത്താവ് പറയുകയാകുന്നു, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതും ആയ കൽപ്പന. എന്നിട്ട് അടുത്ത് തുടരുകയാണ്, രണ്ടാമത്തേതും അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവനും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കേട്ട് തോൽവി സമ്മതിച്ച് അവർ അവിടെ നിന്ന് കടന്നുപോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി 22:37 വലിയ കൽപ്പന, 22:38 രണ്ടാമത്തെ കൽപ്പന ഒന്നാമത്തേതുമായി ചേർന്നുള്ളത്,
23 ഘനമേറിയ കൽപ്പന. മത്തായി 5:19 ഏറ്റവും ചെറിയ കൽപ്പന. പുറപ്പാട് ദിവസം 20 മുതൽ 17 വരെ അരുതാത്ത കൽപ്പന. അപ്പോൾ ഇവണ്ണം 5 വിധ കൽപ്പനകളാണ് തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നത്. രാജകീയ പുരോഹിതവർഗവും ഈ കൽപ്പനകൾ മുഴുവൻ പരിപാലിച്ചേ പറ്റുകയുള്ളൂ. കർത്താവ് ഈ കൽപ്പനകൾ നീക്കിക്കളയുവാനല്ല, ഇത് നിവർത്തിപ്പാനത്രേ വന്നത്. ഈ ലക്കത്തിൽ, ഈ ക്ലിപ്പിൽ അരുത് കൽപ്പനകൾ ചിലത് ഒന്ന് ചിന്തിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അരുത് കൽപ്പനകൾ. പുറപ്പാട് ദിവസം 19:12 ജനങ്ങളാകട്ടെ മൃഗം ആകട്ടെ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാകട്ടെ അറിവില്ലാത്തവരാകട്ടെ സീനായി പർവ്വതത്തിൽ കയറരുത്. അനുവദിച്ചിരിക്കുന്ന മോശെ മാത്രം. സീനായി പർവ്വതത്തിന് ചുറ്റും അതിർ വെക്കണം. അടിവാരം പോലും തൊടരുത്. തൊട്ടാലോ എന്താ ശിക്ഷ? തൊടുന്നവർക്ക് മരണശിക്ഷ. അവരെ കല്ലെറിഞ്ഞോ ആയുധം കൊണ്ട് എയ്തോ കൊല്ലണം. അവർ ജീവനോടിരിക്കരുത്. ലേവ്യ പൗരോഹിത്യ നിയമമായി പറയുന്നത്. രണ്ടാമത് ദൈവം പറയുകയാണ്, അന്യദേവന്മാരെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അന്യ പൂജാ വിഷയങ്ങളെയും നമസ്കരിക്കപ്പെടുന്ന നമസ്കാര വിഷയങ്ങളെയും ഉണ്ടാക്കരുത്. ശമറിയാസ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊക്കെ അറിയാത്തതിനെയാണ് നമസ്കരിക്കുന്നത്, ഞങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നില്ല, അറിയുന്നതിനെ നമസ്കരിക്കുന്നു. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ, നീ എമ്മാത്രം അവനെ നമസ്കരിക്കുവാൻ തിരുവചനത്തിൽ എവിടെയാണ് പ്രമാണം? ബഹുമാനിക്കണം. ബഹുമാനം വേറെ, നമസ്കാരം വേറെ. 20:4 ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. 20:7 യഹോവയുടെ നാമം നീ വൃഥാ എടുക്കരുത്. കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം ദൈവത്താണ്, ദൈവം അനുവദിച്ചാൽ എന്നൊക്കെ പറഞ്ഞു വിടരുന്നല്ലോ. യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, അത് പരിശുദ്ധ നാമമാണ്. അതും ഇതും പറഞ്ഞ് പൊട്ടച്ചൊല്ലും കളിവാക്കും പറയുന്ന നിങ്ങളുടെ നാവ് വെച്ച് എടുത്തിട്ട് അമ്മാനമാടുവാനുള്ളതല്ല. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം. 20:10 ശബത്ത് നാളിൽ പുത്രൻ, പുത്രി, വേലക്കാരൻ, വേലക്കാരി ആരും ഒരു വേലയും ചെയ്യരുത്. മൃഗങ്ങൾ പോലും വേല ചെയ്യരുത്. അരുത് കൽപ്പനയാണ്. 20-ാം അധ്യായം 13-ാമത്തെ വാക്യം, കൊല ചെയ്യരുത്. കത്തി കൊണ്ട് കുത്തുകയോ വിഷം കൊടുത്ത് കൊല്ലുകയോ വാളെടുത്ത് വെട്ടുകയോ എയ്യുകയോ ചെയ്ത അക്ഷരീയ കൊല മാത്രമല്ല, യിരെമ്യാവിനെ വാക്കുകൊണ്ട് കൊല്ലുവാൻ പോയവരെ പോലെ എത്രയോ ആത്മീയ കൊലപാതകങ്ങൾ ഇന്നത്തെ ആത്മീയ കോളത്തിൽ നടക്കുന്നു. 20:14 വ്യഭിചാരം ചെയ്യരുത്. ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിത പങ്കാളി ഒഴികെ വേറെ ആരെയും വ്യഭിചരിക്കരുത്. അത് പാപമാണ്. ആരെയെല്ലാം വ്യഭിചരിക്കരുതെന്ന് വ്യക്തമായി അടുത്ത ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന ദൈവസഭയെ കച്ചവട ചരക്കാക്കി അതുമായി അരുതാത്ത ബന്ധം പുലർത്തി പണം സമ്പാദിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. ആത്മീയ വ്യഭിചാരമാണത്. മോഷ്ടിക്കരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിനായിരിക്കണം. അത് നിങ്ങൾ മോഷ്ടിക്കരുത്. ദൈവം കൂലി തരുന്നത് എടുത്തുകൊള്ളുക. 20:16 കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 20:17 കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെ, അവൻ്റെ ദാസനെ, അവൻ്റെ ദാസിയെ, അവൻ്റെ കാളയെ, അവൻ്റെ കഴുതയെ, അവൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത്. 20:23 വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങളുണ്ടാക്കരുത്. അത് കച്ചവടം ചെയ്യരുത്. വെള്ളി രക്ഷയെ കാണിക്കുന്നതാണ്, പൊന്ന് വിശ്വാസത്തെ കാണിക്കുന്നതാണ്. കയറിയിറങ്ങി പ്ലാറ്റ്ഫോമിൽ കയറിയിറങ്ങി എന്തെല്ലാമായി ചെയ്യുന്നത്? രക്ഷയെ സംബന്ധിച്ച് കച്ചവടം നടത്തുക, വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞത് വിറ്റ് കാശാക്കുക. ഇതൊക്കെ അരുത് കൽപ്പനയുടെ മറനീക്കിയുള്ള ലംഘനമാണ്. ഇന്നിവിടെ കൊന്നില്ലെങ്കിൽ ദൈവം തമ്പുരാൻ നോക്കിക്കൊള്ളും. 21:7 ഒരുത്തൻ തൻ്റെ മകളെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത്.
മകൾ എന്ന പോലെ തന്നെ പോകണം. 20:25 കല്ലുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിന്റെ ആയുധങ്ങൾ ഒന്നും പണിയിൽ കയറ്റരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന അനുസരിച്ചുള്ള ആത്മീയ ശുശ്രൂഷ മതി. അരുതാത്ത കൽപ്പനകൾ, അരുതാത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ആഫ്രിക്കയിൽ നിന്ന് വന്ന വേലക്കാരൻ ചെയ്തതുപോലെ നീ ചെയ്യരുത്. അതിൻ്റെ കണക്ക് അവൻ ചെയ്തോളും. അമേരിക്കയിൽ നിന്ന് വരുന്ന ഫേസ്ബുക്കും യൂട്യൂബും കാണുന്ന ശുശ്രൂഷകൾ നീ ചെയ്യരുത്. നിനക്ക് തന്ന ശുശ്രൂഷ ചെയ്താൽ മതി. അരുതാത്ത ശുശ്രൂഷകൾക്ക് പോകരുത്. വ്യക്തമായി ദൈവാത്മാവ് ഉപദേശം പറയുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിവിധ ഉപദേശങ്ങൾക്കും അടിസ്ഥാന തത്വങ്ങൾക്കും എതിരായി കള്ളപ്രവാചകന്മാർ ലോകത്തിൽ നുഴഞ്ഞു കടന്നിരിക്കുന്നു. അവർ പിശാചും മൃഗവും കള്ളപ്രവാചകനും. പൈശാചിക തത്വത്തിലെ 3 വ്യക്തിത്വങ്ങളാണ് മഹാസർപ്പം, അടുത്ത ജൂനിയർ മൃഗം അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ. ആവശ്യമാകുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പഠിച്ചുകൊണ്ടാൽ മതി. അവിടോട്ട് നാം വരുന്നുണ്ട്. ഇപ്പോൾ നാം അല്പസമയം പഠിക്കുന്ന വിഷയം മത്തായി സുവിശേഷം 4:3 മുതൽ 11 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുമുള്ള വാക്യങ്ങളാണ്. പിശാചിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ ദൈവപുത്രനായ ക്രിസ്തുയേശു വെളിപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെളിപ്പാടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു വെളിപ്പാട് തന്നെ. വിശുദ്ധ പൗലോസ് മുഖാന്തരം അത് ആവർത്തിച്ച് പിന്നെയും പറയുന്നുണ്ട്. അതിനുള്ള കാരണം പൗലോസ് എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വായിച്ചാൽ ഗ്രഹിക്കാകുന്നത്രേ. അതോ സത്യസഭയായി ദൈവപുത്രന്റെ ശരീരമാകുന്ന സത്യസഭയ്ക്കായി പൗലോസിന് ലഭിച്ച ദൈവകൃപയെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ആ മർമ്മം ഇപ്പോൾ പൗലോസ് മറ്റപ്പോസ്തലന്മാരും പ്രവാചകന്മാർക്കും വിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ ഹാനോക്ക് മുതൽ മലാക്കി വരെയുള്ള തിരുവചന എഴുത്തുകാരും പ്രവാചകന്മാർക്കും, മോശെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മറ്റു മനുഷ്യർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് എഫെസർക്ക് എഴുതിയ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഭാവിയിൽ ദൈവപുത്രന്റെ മണവാട്ടിയാകുന്ന രാജകീയ പുരോഹിതവർഗം മുഖാന്തരം സാർവത്രിക ലോകത്തിന് വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തി കൊടുക്കപ്പെടേണ്ട വിഷയങ്ങളുടെ മർമ്മങ്ങളുടെ ഔട്ട്ലൈൻ മാത്രം പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും എഴുത്തുകാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെന്ന്. ആ മർമ്മങ്ങളിൽ ഒന്ന്, അവൻ പിശാചേ തന്ത്രശാലിയാകുന്നുവെന്ന്. അവൻ ഒരുപാട് ഡിവൈസുകളുടെ ആളാണെന്ന്. നൊയേമ എന്ന പദമാ കൊടുത്തിരിക്കുന്നത്, അടവ്. അവൻ ബഹുവിധ തന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവയിലൊന്ന് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരുന്നു എന്നത് തന്നെ. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യവും 11-ാമത്തെ അധ്യായവും 14-ഉം 15-ഉം വായിച്ചു കൊണ്ടാൽ മതി. വെളിച്ചദൂതൻ, ഏഞ്ചൽ ഓഫ് ലൈറ്റ്, ആംഗേലോൺ, ഫോട്ടോസ് എന്ന പദത്തിന്റെ അർത്ഥം വെളിച്ചം, പരിശുദ്ധാത്മാവ്. വെളിച്ചത്തിന്റെ ദൂതൻ എന്നാൽ വെളിച്ചത്തിന്റെ ദൂതൻ എന്ന പദത്തിന്റെ അർത്ഥം പരിശുദ്ധാത്മാവെന്നാണ്. വെളിച്ചം ദൈവത്തിന്റെ വചനവും വെളിച്ചം ദൈവപുത്രനും ദൈവപുത്രനാൽ അയക്കപ്പെട്ട ആത്മാവാണ് വെളിച്ചദൂതൻ. പരിശുദ്ധാത്മാവിന്റെ വേഷം ധരിച്ചവൻ ദൈവസഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നുവെന്ന്. വെളിച്ചം എന്നാൽ ദൈവം, ദൈവപുത്രൻ എന്നും. വെളിച്ചമാകുന്ന ദൈവം, ദൈവപുത്രൻ എന്നിവരാൽ അയക്കപ്പെട്ട ദൂതൻ എന്നുമാണ് അർത്ഥം. വെളിച്ചദൂതൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇവന് സ്ഥിരമായ വ്യക്തിത്വവും രൂപവുമില്ല. പിശാചിനെ ഇവൻ അപ്പോഴുള്ള സൗകര്യാർത്ഥം വേഷം, രൂപം, ഭാവം, ഭാഷ എന്നിവയ്ക്ക് മാറ്റം വരുത്തും. ഇവൻ ഒരു കാലത്തും ഒരിടത്തും സ്ഥിരവാസമില്ലാതെ ഊടാടി സഞ്ചരിക്കുന്നു, ഗോയിങ് ടു ആൻഡ് ഫ്രോ. എന്നാൽ ദൈവത്തിന് മഹത്വം. നമ്മുടെ ദൈവം സ്ഥിരവാസിയായി സ്വർഗാദി സ്വർഗത്തിൽ എന്നേക്കും സിംഹാസനത്തെ സ്ഥാപിച്ച് അതിൽ ഇരിക്കുന്നു.
അവൻ സഞ്ചരിച്ചുകൊണ്ട് വിഹരിക്കുന്നു. യോബിന്റെ പുസ്തകം 1-2 ഇന്നും അത് തുടരുന്നു. പത്രോസ് എഴുതിയ 1-5 ഇതൊക്കെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുക. ഇവന്റെ ഏക ലക്ഷ്യം എന്താണെന്നറിയാമോ? വിശുദ്ധന്മാരെ ദോഷങ്ങളാൽ പരീക്ഷിച്ച് വീഴിക്കുക എന്നുള്ളത് തന്നെ. ഉദാഹരണം, ആദാം എന്ന ആദ്യ മനുഷ്യനെ ഉപായത്താൽ വഞ്ചിച്ച് അവന്റെ ഹൃദയത്തിൽ സംശയമുളവാക്കി ദൈവത്തിൽ നിന്നും അകറ്റി പാപം, മരണം എന്നിവയ്ക്ക് വിധേയൻ ആക്കി തീർത്തു. ഇത് നമുക്ക് ബുദ്ധിയുപദേശം. അതേ ലക്ഷ്യത്തോടു കൂടിയാകുന്നു പിശാച് അവസാനത്തെ ആദാം ആയ ദൈവപുത്രനെയും, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-15-45 വായിച്ചു നോക്കിയാൽ മതി, സമീപിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിൽ വിസ്മയിച്ചുകൂടാ. ഒന്നാമത്തെ മനുഷ്യനായിരുന്ന സാക്ഷാൽ ആദാമിനെയും അവസാനത്തെ ആദാമായ ദൈവപുത്രനെയും പരീക്ഷിച്ച് സാത്താൻ്റെ ഉപായവിധം എങ്ങനെയെന്ന് അടുത്ത വിഷയത്തിൽ നാം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാകുന്നു. ഒന്നാമത്തെ ആദാം, ഉൽപ്പത്തി പുസ്തകം 3-1 വരെയുള്ള വാക്യങ്ങൾ, അവനോടുള്ള സാത്താൻ്റെ ഉപായം. ഇന്നും അത് തുടരുന്നു. ആദാം എന്നാൽ മണ്ണിൽ നിന്നുള്ളവൻ. നമ്മളാരും മണ്ണിൽ നിന്നുള്ളവർ തന്നെ നമ്മളുടെ അടുക്കലും അതേ ഉപായങ്ങൾ കൊണ്ടുവരും. ഓരോ ഉപാധികൾ സ്വീകരിച്ച് ഓരോരോ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കും. ഒന്നാമത്തെ ആദാമിനെ അവൻ തൻപാട്ടിലാക്കിയത് പാമ്പിൽ പ്രവേശിച്ചത്രേ. അതിൻ്റെ കാരണവും ദൈവഹിതമായാൽ അടുത്ത ക്ലിപ്പിൽ ചിന്തിക്കാം. പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവൻ്റെ തന്ത്രങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ്റെ തന്ത്രത്തിൽ വീഴാതവണ്ണം ഞങ്ങളെ അങ്ങയുടെ മഹിമാസന്നിൽ നിർത്തുവാൻ കൃപ കാണിച്ച് ഞങ്ങൾക്ക് സ്ഥിരമായ വാസവും ദൈവസന്നിധിയിൽ ആശ്വാസവും നൽകും. ഇന്നും ലോകത്തിലൊക്കെയും പലരെയും വിഴുങ്ങേണ്ടതിനു വേണ്ടി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ്റെ തന്ത്രത്തിൽ പെട്ടുപോകാതെ ഇതുവരെ ഞങ്ങളെ നിർത്തി, പൗലോസ് പറഞ്ഞതുപോലെ വീഴാതവണ്ണം ഞങ്ങളെ അങ്ങയുടെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരാക്കി നിർത്തുവാൻ ശക്തനായ ദൈവസന്നിധിയിൽ എന്നെന്നും വിശ്വസ്തയോടെ നിൽപ്പാൻ കൃപ തരുമാറാകണമേ എന്ന് കേൾവിക്കാരെയും ശ്രോതാക്കളെയും തിരുസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.